പ്രേക്ഷകർക്ക് KMS ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പുസ്തക പ്രകാശനം റദ്ദാക്കി. പങ്കെടുക്കാത്തത് നിയമോപദേശപ്രകാരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികൾ കുറഞ്ഞതിനാൽ 3000-ലധികം അധ്യാപകർക്ക് തസ്തിക നഷ്ടമായെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് നിയമസഭയിൽ. പള്ളിപ്പൂട്ടിക്കാൻ വിഘടിത ശ്രമം. ലീഗ് ചേളാരി ഗുണ്ട ആക്രമണത്തിൽ സുന്നി പ്രവർത്തകന് പരുക്ക്. SSF മഴവിൽ സമ്മേളനത്തിന് തുടക്കമായി. വർണ്ണക്കൂട്ടങ്ങളുടെ സംഗമം കൊച്ചിയിൽ. ICFRC മിഡിൽ ഈസ്റ്റ് സമ്മിറ്റ് സമാപിച്ചു. പുതിയ സാരഥികളെ തിരഞ്ഞെടുത്തു. സമസ്ത പൊതുപരീക്ഷാ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പിന് മലപ്പുറം മഅ്ദിനിൽ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസ് എഴുതിയ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറി. തുടർന്ന് പ്രകാശന ചടങ്ങ് റദ്ദാക്കി. IAS IPS തലത്തിൽ വൻ എതിർപ്പുയർന്നതാണ് കാരണം. നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജേക്കബ് തോമസ് എഴുതിയ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാത്തതിനാൽ അവസാന നിമിഷം റദ്ദാക്കിയത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ചടങ്ങിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പുസ്തകരചനയ്ക്ക് ജേക്കബ് തോമസ് സർക്കാരിന്റെ അനുമതി തേടിയിരുന്നില്ല. ഇത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലുള്ള അനൌചിത്യവും അവർ അറിയിച്ചു. മുഖ്യമന്ത്രി തന്നെ പിന്നീട് ഇത് സ്ഥിരീകരിച്ചു. കുട്ടികൾ കുറഞ്ഞതിനാൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 3733 അധ്യാപകർക്ക് തസ്തിക നഷ്ടമായെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് നിയമസഭയിൽ. അധ്യാപക ബാങ്കിൽ ഉൾപ്പെടുത്തി ഇവർക്ക് ശമ്പളം നൽകുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 34 ലക്ഷം കവിഞ്ഞെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്തെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ചോദ്യോത്തരവേള. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാത്തിരിക്കുന്നവർ 34,66,551 പേരാണ്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കുറവ് വയനാട് ജില്ലയിലും. കുട്ടികൾ കുറഞ്ഞതിനാൽ അധ്യാപകർക്ക് തസ്തികയില്ലാത്ത അവസ്ഥയാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി വിഭാഗം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് SERT പഠന റിപ്പോർട്ട് കിട്ടിയാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മുട്ടടയിലെ ഹൈടെക് മോഷണക്കേസിൽ ബണ്ടിച്ചോറിന് 10 വർഷം തടവും 10,000 രൂപ പിഴയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ബണ്ടിച്ചോറിനെ സ്ഥിരം കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. കുപ്രസിദ്ധ മോഷ്ടാവ് ദേവേന്ദർ സിംഗ് എന്ന ബണ്ടിച്ചോർ മാത്രമാണ് കേസിലെ പ്രതി. ബണ്ടിച്ചോർ സ്ഥിരം കുറ്റവാളിയാണെന്നും മോഷണ മുതലുകൾ കൈകാര്യം ചെയ്യുന്നയാളെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇതിനായി രാജ്യത്തെ മറ്റ് കേസുകളിൽ ബണ്ടിക്കെതിരെയുള്ള ശിക്ഷാവിധിയുടെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിവർത്തകന്റെ സഹായത്തോടെയാണ് കുറ്റപത്രത്തിലെ വിവരങ്ങൾ കോടതി ബണ്ടിച്ചോറിനെ അറിയിച്ചത്. പ്രതി പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയത്തിൽ മാറ്റം വരുത്തരുതെന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗം ആവശ്യപ്പെട്ടു. സ്കൂളുകളുടെ പഠന സമയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിലില്ല. നിലവിൽ സ്കൂളുകളുടെ സമയമായ രാവിലെ 10 മണിക്ക് പകരം നേരത്തെ ആക്കണമെന്ന നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുമെന്ന് മാത്രമല്ല 15 ലക്ഷം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. 2007 സ്കൂൾ സമയമാറ്റ നിർദ്ദേശത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് അന്നത്തെ സർക്കാർ മുസ്ലിം സംഘടനകൾക്ക് സ്കൂൾ സമയം മാറ്റില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു. സ്കൂളുകളിൽ നിലവിലുള്ള പഠന സമയം തുടരുന്നതാണ് അഭികാമ്യമെന്നും യോഗം വിലയിരുത്തി. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നേതാവുമായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. K മോയിൻകുട്ടി മാസ്റ്റർ വിഷയാവതരണം നടത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് VM കോയ മാസ്റ്റർ, MC മൈൻ ഹാജി, KK ഹംസ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, ഡോക്ടർ ബഹാവുദ്ദീൻ നദവി കൂരിയാട്, ഉമർ ഫൈസി മുക്കം തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. വെണ്ണക്കോട് തടത്തുമ്മൽ നിസ്കാരപ്പള്ളിക്ക് സമീപത്ത് സംഘടിച്ചെത്തിയ ചേളാരി ലീഗ് ഗുണ്ടകൾ സുന്നി പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ മുഹമ്മദ് അസ്ലമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സംഭവം. പള്ളിക്ക് സമീപത്തേക്ക് കളഞ്ഞുപോയ കാറിന്റെ ചാവി തിരഞ്ഞെത്തിയ മുഹമ്മദ് അസ്ലമിനെ മലയമ്മ AUP സ്കൂൾ അധ്യാപകൻ അബ്ദുറസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിലെത്തിയ അക്രമി സംഘമാണ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ക്രിമിനലുകളായ ജുനൈദ്, ഷിഹാബുദ്ദീൻ എന്നിവരും അക്രമി സംഘത്തിലുണ്ട്. ഇവർക്ക് പുറമെ സംഘത്തിലുണ്ടായിരുന്ന MP ഇബ്രാഹിംകുട്ടി, AK ബഷീർ, MP ആലി, MP അബൂബക്കർ, T അബ്ദുള്ള, AK നിസാർ, VP സൊലാഹുദ്ദീൻ, വടക്കേക്കര ഹമീദ്, അസ്ലം T, ഫിർദൌസ് V എന്നിവർക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഘടിച്ചെത്തിയ ഗുണ്ടകൾ മാരകായുധങ്ങളുമായാണ് നേരിട്ടത്.
പണം, ലൈസൻസ്, ATM കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളടങ്ങിയ പേഴ്സും അപഹരിച്ചു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർത്ത് പള്ളി പൂട്ടിക്കാനുള്ള ശ്രമമാണ് ചേളാരി വിഭാഗം നടത്തുന്നത്. നാട്ടുകാർ നിർമ്മിച്ച് 40 വർഷത്തിലേറെയായി വിഭാഗീയതകളില്ലാതെ നടത്തിവന്നിരുന്ന പള്ളി ചേളാരി സമസ്തയുടെ മറവിൽ ഒരു വിഭാഗം തട്ടിയെടുക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. നാളെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അനുരജ്ഞന ചർച്ച നടക്കാനിരിക്കെയാണ് ആക്രമണം. പള്ളി കൈയടക്കാനെത്തിയ EK വിഭാഗത്തെ പോലീസ് ഒഴിപ്പിച്ചിരുന്നു. സംഭവത്തിൽ സുന്നി സംഘടനകൾ പ്രതിഷേധിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SSF കൊടുവള്ളി ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ പ്രതിഷേധ പ്രകടനം നടന്നു. നന്മയുടെ മാരിവില്ല് വിരിയിക്കാൻ SSFന് കീഴിൽ പ്രവർത്തിക്കുന്ന മഴവിൽ സംഘം ഇന്നും നാളെയും കൊച്ചിയിൽ ഒത്തുകൂടുന്നു. ബാല്യം തിരിച്ചു തരൂ, നന്മയുടെ മാരിവില്ല് തരാം എന്ന പ്രമേയവുമായി മഴവിൽ സംഘം നടത്തുന്ന അവധിക്കാല ക്യാമ്പയിന് സമാപനം കുറിച്ചാണ് വർണ്ണക്കൂട്ടം അംഗങ്ങൾ ചേരാനല്ലൂർ അൽ ഫാറൂഖിയ സ്കൂളിൽ സംഗമിക്കുന്നത്. സംസ്ഥാനത്തെ 101 ഡിവിഷനുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 21 വീതം വർണ്ണക്കൂട്ടം അംഗങ്ങളെ സ്വീകരിക്കാൻ വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങളും കളിക്കളങ്ങളും നിഷേധിച്ച് പീഡനങ്ങളുടെ ലോകത്ത് തളച്ചിടുന്ന ബാല്യത്തിന് സ്നേഹവും കരുതലുമായാണ് സംഗമം സംഘടിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 4 കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ് നഈമി അധ്യക്ഷത വഹിച്ചു. മധ്യമേഖല IG വിജയൻ IPS മുഖ്യപ്രഭാഷണം നടത്തി. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ സക്കാഫി പഴക്കാപ്പള്ളി, M അബ്ദുൽ മജീദ് അരിയല്ലൂർ, K അബ്ദുറഷീദ് നരിക്കോട്, ഡോക്ടർ നൂറുദ്ദീൻ റാസി, കൈത്തറ അബ്ദുൽ ഖാദർ മദനി, A മുഹമ്മദ് കുട്ടി ഹാജി, CA ഹൈദ്രോസ് ഹാജി തുടങ്ങിയവർ സന്ദേശ പ്രഭാഷണം നടത്തി. വ്യക്തിത്വം, ലക്ഷ്യബോധം, പഠനം, നേതൃത്വം, കലാസാഹിത്യം, ആത്മീയം, കരകൗശലം, ആസ്വാദനം തുടങ്ങിയ വിവിധ സെഷനുകൾക്ക് പ്രമുഖർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പ്രദർശനവും സമ്മേളന ഭാഗമായി സംഘടിപ്പിക്കും. നാളെ രാവിലെ നടക്കുന്ന അസംബ്ലിയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കും. വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം ആരംഭിക്കും. പ്രതിനിധികൾക്ക് സാമൂഹിക സന്നദ്ധതയും നേതൃപാഠവും സമ്മേളനത്തിൽ പരിശീലിപ്പിക്കും. ക്ലാസുകൾക്ക് വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖരായ പരിശീലകർ നേതൃത്വം നൽകും. മഴവിൽ കൂട്ടുകാരുടെ പാട്ടും കളിയും മത്സരങ്ങളും സ്നേഹക്കൂട്ടം, വർണ്ണശലഭങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പേരുകളിൽ വിവിധ ഘടകങ്ങളിൽ പൂർത്തിയാക്കിയ ശേഷമാണ് മഴവിൽ സമ്മേളനം നടക്കുന്നത്. വിദ്യാർത്ഥികളിലെ നൈസർഗിക വാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ SSFന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടമാണ് മഴവിൽ സംഘം. കേരളത്തിലെ ഗ്രാമങ്ങളിലും സ്കൂളുകളിലുമായി 7000-ഓളം യൂണിറ്റുകൾ നിലവിൽ മഴവിൽ സംഘത്തിനുണ്ട്. പ്രവാസി മലയാളികൾക്കിടയിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഉണർവ് ലക്ഷ്യമാക്കിയുള്ള പദ്ധതി പ്രവർത്തനങ്ങളടങ്ങുന്ന വിഷന് രൂപം നൽകി 2 ദിവസങ്ങളിലായി നടന്ന ICF RSC സംഘടനകളുടെ മിഡിൽ ഈസ്റ്റ് സംയുക്ത സംഘടനാ സമ്മേളനം സമാപിച്ചു. ജീവകാരുണ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, വനിതാ ശാക്തീകരണം, യുവ വിദ്യാർത്ഥി വിഭാഗങ്ങൾ, ഗൾഫ് റിട്ടേൺസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളെയും സമൂഹങ്ങളെയും കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികളുടെ കരട് സമ്മിറ്റ് അംഗീകരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, വൈസ് പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ജനറൽ സെക്രട്ടറി മജീദ് കക്കാട്, സെക്രട്ടറി മുഹമ്മദ് പറവൂർ, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞ് സഖാഫി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിൽ നടത്തിയ 5, 7, 10, +2 ക്ലാസുകളിലെ പൊതുപരീക്ഷാ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് മലപ്പുറം സ്വലാത്ത് നഗറിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റഈസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയെടുത്ത മദ്രസ വിദ്യാഭ്യാസ വിപ്ലവം തുല്യതയില്ലാത്തതാണ്. കേരള ജനത ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും അടിസ്ഥാനം മദ്രസ വിദ്യാഭ്യാസം വഴി വന്നുചേർന്നതാണെന്നും തിന്മകൾ ഇല്ലായ്മ ചെയ്യുന്നതിൽ മദ്രസ പ്രസ്ഥാനവും മുഅല്ലിംകളും വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും റഈസുൽ ഉലമ കൂട്ടിച്ചേർത്തു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ബോധന പ്രസംഗം നടത്തി. ചടങ്ങിൽ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബൂ ഹനീഫ് അൽ ഫൈസി തന്നല, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, സയ്യിദ് ശിഹാബുദ്ദീൻ ജമലുലേലി, മൂല്യനിർണ്ണയ ക്യാമ്പ് ചെയർമാൻ E യക്കൂബ് ഫൈസി, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, ദുൽഫുക്കാർ അലി സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.